Yes, Lord, we celebrate your goodness tonight. Come on. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. He is risen. He is risen, and he lives forevermore. He is risen. He is risen. Come on, celebrate the resurrection of our Lord. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. 'Cause he's risen. He is risen. He is risen, and he lives forevermore. He is risen. He is risen. Come on, celebrate. Come on. The resurrection of our Lord. Celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. Celebrate, Jesus, celebrate. 'Cause he's risen. He is risen. He is risen, and he lives forevermore. He is risen. He is risen. Come on, celebrate. Celebrate. Come on, celebrate. Come on, celebrate. Yeah. The resurrection of our Lord. He's risen. He is risen. He is risen, and he lives forevermore. He is risen. He is risen. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സഭയെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ സ്മരണം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സമർപ്പിച്ച ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും പ്രസിദ്ധമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപരമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധത്തെ നമുക്ക് പ്രത്യാദരവും പങ്കുകൊള്ളാം. കർത്താരുடைய
അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ചു ഇനി അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരനെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും കാലത്ത് തന്നെ അവ അനേകം മരണങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവന. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് സിസ്റ്റർ ടൈനിയുടെ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ അനുസ്മരണയായിട്ട് നാം ഇവിടെ കൂടിയിരിക്കുന്നു. ഈ കൂട്ടത്തിൽ വേറൊരു വ്യക്തിയെ കൂടെ പുതുക്കരി ചേപ്പല ഫാമിലിയോട് സംബന്ധപ്പെട്ട സിസ്റ്റർ കൃപ ഇവിടെ മുൻപിലിരിപ്പുണ്ട്. SH അവളുടെ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെയും ഒരു സ്മാരകമായിട്ട് ഈ ദിനം നമുക്കെടുക്കാം. ഇവർക്ക് വേണ്ടി നമുക്ക് ഈ ദിനം സമർപ്പിക്കാം. ഞാൻ ഒരു ചെറിയ കഥ കൊണ്ട് ആരംഭിക്കുന്നു. പണ്ടൊരിക്കൽ സ്കോട്ട്ലാൻഡിൽ, ഇംഗ്ലണ്ടിൻ്റെ വടക്ക് ഭാഗത്താണ് സ്കോട്ട്ലൻഡ്. അവിടെ നിങ്ങൾ ചിലരും ജിമ്മും ഒക്കെ ഇംഗ്ലണ്ടിലൊക്കെയാണ് പഠിക്കുന്നത്, അവർക്കറിയാം സ്കോട്ട്ലൻഡ്. അവിടെ മലമ്പ്രദേശത്ത് ധനാഢ്യനായ ഒരു കൃഷി ആ താഴ്വരയിലായിരുന്നു, ഒരു കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. രാജകൊട്ടാരം പോലെ സുന്ദരമായ ഒരു വീടായിരുന്നു അയാളുടെ. ജീവിതത്തിൽ ആകുന്നത്ര സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഉണ്ടായിരുന്നിട്ടും ജീവിതം ശൂന്യമായി അനുഭവപ്പെട്ടു. നമ്മുടെ ജീവിതം ശൂന്യമായിരുന്നു. കാരണം അയാൾ നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവനല്ലായിരുന്നു. പക്ഷേ അയാളുടെ എസ്റ്റേറ്റ് മാനേജർ ജോൺ ദൈവവിശ്വാസിയും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവനും ദിവ്യബലിയിൽ ഭക്തിയോടെ സംബന്ധിക്കുന്നവനുമായിരുന്നു. ഒരു ദിവസം ഒരു വസന്ത സുപ്രഭാതത്തിൽ ഈ നിലമുടമ ആ താഴ്വരയിലെ മനോഹരമായ ദൃശ്യം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അയാൾ മനസ്സിൽ വിചാരിച്ചു, അയാൾ വലിയ ധനാഢ്യനാണ്, ഈ താഴ്വര മുഴുവനും എൻ്റെ സ്വന്തമാണ്. അയാളുടെ കുടുംബസ്വത്തായിരുന്നു ആ താഴ്വര മുഴുവനും. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ആ ഗുമസ്തൻ, കൃഷിക്കാരൻ ഓടിക്കിതച്ച് വന്ന് പറഞ്ഞു, സാർ, കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കർത്താവിശ്വസിയ എന്നോട് ആ സ്വപ്നത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പേ ഈ താഴ്വരയിലെ ഏറ്റവും ധനാഢ്യനായ വ്യക്തി മരിക്കേണ്ടതായിരിക്കുന്നു. ഈ വാർത്ത നിങ്ങളോട് പറയുന്നത് അവസരോചിതമല്ല എന്ന് കരുതി ഞാൻ വന്നു. നിരീശ്വരനായ ധനാഢ്യൻ ധൈര്യം നടിച്ചു. പക്ഷേ അയാൾക്കുള്ളിൽ ഭീതിയുണ്ടായിരുന്നു. അയാൾക്ക് പണമുണ്ട്. Keep the gaze fixed on the glorified face of Christ. Fix the gaze, constant steady look, that is gaze. അത് പ്രാർത്ഥനയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ കർത്താവ് അത് സമ്മതിച്ചില്ല. ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കി മൂസയോടും എലിയായോടും കർത്താവിനും കൂടി വർത്തിക്കുവാൻ അനുവദിച്ചില്ല. ഉടനെ എഴുന്നേറ്റ്, കം ഗെറ്റ് അപ്പ്, നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോകാം. ആ മലയിലെ അനുഭവം, പ്രാർത്ഥന അനുഭവം ഒരു കൂട്ട ജീവിതത്തിൽ പങ്കുവെച്ച് ജീവിക്കണം. ഒരു പങ്കുവെപ്പ് അനുഭവമാണ് നമുക്ക് പ്രാർത്ഥന തരുന്നത്. സമർപ്പിത ഒറ്റപ്പെട്ട് ജീവിക്കാനല്ല, സമൂഹത്തിൽ പ്രാർത്ഥനാനുഭവം പങ്കുവെച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പസ്തോല സമൂഹം ഇതിൻ്റെ മാതൃകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് സമൂഹമായി അവർ സാക്ഷ്യം വഹിച്ചു. 12 പേരുടെ സാക്ഷ്യം.
ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മംഗളവാർത്താ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവമാതാവിൻ്റെ മാതൃകയാണ് സമർപ്പിതർ ഈ അവസരത്തിൽ തങ്ങളുടെ വിധേയത്വം കൊണ്ട് എടുത്തു കാണിക്കുന്നത്. കന്യത്വം വഴി സ്വർഗത്തിലെ ശാശ്വത മൂല്യം പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. കന്യത്വം ഈ ശാശ്വത മൂല്യം ഇഹത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നു. സമർപ്പിതരുടെ പ്രേഷിതത്വം അഹത്തോട് ചേർന്ന് ലോകത്തോട് പ്രഘോഷിക്കുക. കർത്താവ് നന്മ ചെയ്തതുകൊണ്ട് ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചതുപോലെ സമർപ്പിതർ എല്ലാ തരത്തിലുള്ള നന്മ ചെയ്തുകൊണ്ട്, സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ട്, ആതുര ശുശ്രൂഷ, അധ്യയനം, സമാജസേവ എന്നീ തുറകളിൽ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച് ആ കർത്താവിൻ്റെ മാതൃക ജീവിതത്തിൽ പകർത്തണം. സമർപ്പിതർ തങ്ങളുടെ സമൂഹത്തിൽ മാത്രം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. താബോർ മലയിലെ അനുഭവ സമയത്ത് പത്രോസ് പറഞ്ഞത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് എത്ര നല്ലതാണ്, 3 കൂടാരങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഇവിടെ കഴിയാം. കർത്താവ് പറഞ്ഞല്ല, നമുക്ക് എഴുന്നേൽക്ക്. നൊടിയിട കൊണ്ട് അവരെ താഴെ ഇറക്കിക്കൊണ്ടുവന്നു. ആ അനുഭവം കൂട്ടത്തിൽ ജീവിച്ച് ലോകത്തോട് പ്രഘോഷിക്കുക. ഇതാണ് സമർപ്പിത ജീവിതത്തിന്റെ ജോൺ പോൾ മാർപ്പാപ്പയുടെ സർവ്വ